നമസ്കാരം. ഈ അടുത്ത വർഷങ്ങളിൽ മില്ലറ്റ്സ് എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാവരും പിന്തുടരുന്ന ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ. കാരണം ഇവയുടെ പോഷകമൂല്യം തന്നെ സംശയമൊന്നുമില്ല, മില്ലറ്റ്സ് വളരെ പോഷക സമൃദ്ധമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ മറ്റെല്ലാത്തിനെയും പോലെ തന്നെ നന്മകൾ ഉണ്ടെങ്കിൽ ചില തിന്മകളും ഉണ്ടാവും. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണം നമ്മൾ അതിൻ്റെ നന്മകൾ മാത്രം അല്ലെങ്കിൽ തിന്മകൾ മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ. ഇവിടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ മില്ലറ്റ്സിൻ്റെ രണ്ട് വശങ്ങളും ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വശങ്ങളെക്കുറിച്ച് ഒരുപാട് പരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഞാനും ചെയ്തിട്ടുണ്ട് മില്ലറ്റ്സിനെ കുറിച്ച്. പല തരത്തിലുള്ള മില്ലറ്റ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുപരിചിതമായ മില്ലറ്റ്സ് തന്നെ ഏതാണ്ട് 100-ൽ പരം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 10-20 തരത്തിലുള്ള മില്ലറ്റ്സ് നമ്മുടെ നാട്ടിലും ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ പാചക രീതികൾ നിങ്ങൾക്ക് എന്നെക്കാളും നല്ലപോലെ അറിയാം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനെക്കുറിച്ച് വളരെ ബാലൻസ്ഡ് ആയിട്ടൊരു വ്യൂ നമ്മൾ എടുക്കണം എന്നാണ്. ഇപ്പം മില്ലറ്റ്സ് നല്ലതാണെന്ന് പറയുമ്പോൾ പോലും അവയുടെ ചില ദൂഷ്യവശങ്ങൾ ചിലർക്കെങ്കിലും പ്രശ്നമായേക്കാവുന്ന ചില സന്ദർഭങ്ങൾ, ചില വിഷയങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നതിൽ അതിലൊന്നാണ് ഈ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ ഒരു സാന്നിധ്യം. ഈ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ന്യൂട്രിയൻ്റ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒരു സാധനമാണ്. എങ്കിലും അതിനും രണ്ട് വശങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ചിലരതിനെ നല്ലതാണെന്നും പറയുന്നുണ്ട്, മോശമായിട്ടും പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നമുക്കത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് സ്വയം തീരുമാനിക്കാം. എന്താണ് ഈ ഫൈറ്റിക് ആസിഡ് ചെയ്യുന്നത്? ഇതിൻ്റെ ചീലേറ്റിംഗ് എഫക്റ്റ് എന്നാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. ചീലേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില ധാതുക്കൾ ഈ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന വസ്തു അവയുമായിട്ട് രാസപ്രക്രിയയിൽ ഇടപെട്ട് അതിനെ നിർവീര്യമാക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഈ പ്രധാന പോഷകങ്ങൾ? കാൽഷ്യം. അപ്പോൾ ഇതിൽ നമ്മൾ കാൽഷ്യം, മില്ലറ്റ്സിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഫൈറ്റിക് ആസിഡിൻ്റെ അളവും വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ബാജറ എന്ന് പറയുന്ന ഒരു മില്ലറ്റിൽ ഫൈറ്റിക് ആസിഡിൻ്റെ അളവ് ഏറ്റവും കൂടുതലാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കാൽഷ്യത്തിൻ്റെ ആഗിരണത്തെ ഈ ഫൈറ്റിക് ആസിഡ് ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ട്. കാൽഷ്യത്തിൻ്റെ മാത്രമാണോ? അല്ല, അയൺ, ഇരുമ്പിൻ്റെ ആഗിരണത്തെയും ഈ ഫൈറ്റിക് ആസിഡ് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയ്ക്ക് ഈ കാൽഷ്യമോ അല്ലെങ്കിൽ ഇരുമ്പോ നമ്മുടെ ശരീരത്തിന് കിട്ടിയെന്ന് വരില്ല, ഫൈറ്റിക് ആസിഡിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ. അപ്പോൾ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. വേറൊന്ന് സിങ്ക് ഒരു മൈക്രോ എലിമെൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് വളരെ ചെറിയ അളവിൽ ആവശ്യമായി വരുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൽ മത്സ്യം ഒരുപാട് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് സിങ്ക് നമുക്ക് അതിലൂടെ കിട്ടാറുണ്ട് പലപ്പോഴും. എന്നാൽ അതിൻ്റെ കൂടെ മില്ലറ്റ്സ് കഴിക്കുമ്പോൾ ഈ ഫൈറ്റിക് ആസിഡ് സിങ്കിൻ്റെ ആഗിരണത്തെയും സിങ്കിൻ്റെ ഉപഭോഗത്തിനെയും സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അതും തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഫൈറ്റിക് ആസിഡിൻ്റെ അളവ് ഒരു പ്രായോഗിക തലത്തിൽ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇവിടെ ഈ സിട്രസ് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആസ്കോർബിക് ആസിഡിൻ്റെ അളവുള്ള സിട്രസ് ഫ്രൂട്ട്സ്, വൈറ്റമിൻ സിയുടെ അളവ് കൂടുതലുള്ള ഓറഞ്ച്, മുസമ്പി, നാരങ്ങ, നമ്മുടെ ചെറുനാരങ്ങ, ഇവയിലൊക്കെ ഈ പറയുന്ന വൈറ്റമിൻ സി കൂടുതലാണ്. വൈറ്റമിൻ സിയുടെ കൂടെ ഈ ഫൈറ്റിക് ആസിഡ് അളവ് അല്ലെങ്കിൽ ഫൈറ്റിക് ആസിഡിൻ്റെ സാന്നിധ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഫൈറ്റിക് ആസിഡിൻ്റെ ഈ ദൂഷ്യവശങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് യു ക്യാൻ കമൻറ്റ്. ഓക്കെ, ഇനി വേറൊരു വിഷയത്തിലേക്ക് വരാം. ഈ മില്ലറ്റ്സിൻ്റെ തന്നെ. മില്ലറ്റ്സിൻ്റെ ഇപ്പോൾ ഫൈറ്റിക് ആസിഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തേത് ഹൈ ഫൈബർ. അപ്പോൾ ഫൈബർ കൂടുതലാണ്, എപ്പോഴും കൂടുതൽ ഫൈബർ കഴിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ കരുതാറുണ്ടെങ്കിലും അവിടെയും ഓർമ്മ വയ്ക്കുക, അമിതമായാൽ അമൃതം വിഷം. ഈ ഫൈബർ കണ്ടന്റ് കൂടുന്നത് കാരണം ചിലർക്കെങ്കിലും പ്രശ്നങ്ങൾ വരാം. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ? ഇപ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലത്തെ ചില അവസ്ഥകളുള്ളവരിൽ ഹൈ ഫൈബർ ക്യാൻ ബി എ പ്രോബ്ലം. എപ്പോഴും ആയിക്കൊള്ളണം എന്നല്ല പറയുന്നത്, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്
ഈ തരത്തിൽ ഈ മില്ലറ്റ്സ് മാത്രം കഴിച്ച് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിലൊക്കെ മില്ലറ്റ്സ് അമിതമായി കഴിച്ച് ഈ പ്രശ്നങ്ങൾ വരുന്ന വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്ന, അതുപോലെ വളരെ ഹൈ ഫൈബർ കോണ്ടന്റ് തന്നെ ബ്ലോട്ടിങ്ങിനും ഗ്യാസിന്റെ പ്രശ്നത്തിനും അതിനൊക്കെ കാരണമായി കാണാറുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്ന മില്ലറ്റ്സ് കഴിക്കണമെന്നോ അല്ലെങ്കിൽ കഴിക്കരുത് എന്നോ അല്ല, ഒരിക്കലുമല്ല. മില്ലറ്റ്സ് നല്ലതാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ മില്ലറ്റ്സിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം നമ്മളവ കഴിക്കാൻ. എന്നിട്ട് ഏത് മില്ലറ്റാണ് കഴിക്കേണ്ടത്, അത് ലഭ്യത, അതിൻ്റെ വില, പിന്നെ നമ്മുടെ സ്വാദ്, നമ്മുടെ ടേസ്റ്റ്സ്, അതെങ്ങനെ പാചകം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ. ഇപ്പം ഞാൻ പറഞ്ഞു വൈറ്റമിൻ സി ഇതിലടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഫൈറ്റിക് ആസിഡിൻ്റെ ഈ പ്രവർത്തനത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിനെ പാചകം ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇതിനൊരു വെൽ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ. ഞാൻ ആദ്യം മുതൽ ഒരു നിലപാടെടുത്ത വ്യക്തിയാണ്. ഞാൻ അരിവിരുദ്ധനല്ല. പ്രമേഹ രോഗികൾക്ക് അരി പാടില്ല എന്ന് പലരും പറയാറുണ്ട്, പലരും പ്രചരിപ്പിക്കാറുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അരി ഭക്ഷണം നമ്മുടെ തനതായ ഒരു ആഹാര ശൈലി തന്നെയാണ്, നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഇപ്പം മില്ലറ്റ്സ് വന്നതോടെ നമുക്ക് അരിയും മില്ലറ്റ്സും ഏതാണ്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ചെയ്ത് കഴിക്കുന്നതിൽ തെറ്റില്ല. പ്രമേഹ രോഗികൾ ഉൾപ്പെടെ, ഞാൻ പറയുന്നത് ഇത് ഡയബറ്റിക്സിന് ഉൾപ്പെടെയാണ്. പലപ്പോഴും ഡയബറ്റിക്സിന് ഒരു ധാരണയുണ്ട്, പ്രമേഹം വന്നു കഴിഞ്ഞാൽ അരിഭക്ഷണം ഒഴിവാക്കണം, ഗോതമ്പാവാം, മില്ലറ്റ്സ് ആവാം എന്ന്. റോങ്. അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഒന്നല്ല അരിഭക്ഷണം. അമിതമായ അരിഭക്ഷണം മാത്രമേ പ്രശ്നമുള്ളൂ. അതിന് ഒരു പരിധിവരെ മില്ലറ്റ്സ് സഹായിക്കും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ മില്ലറ്റ്സിനെ കുറിച്ച് ഇതിലും കൂടുതൽ അറിവ് ഉള്ളവർ ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ടാവാം. നിങ്ങളുടെ കമൻസ് ഇതിലിടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, ഏതെങ്കിലും പാചക വിധികളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.